ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് ഈ വർഷം വരാൻ പോകുന്ന നമ്മുടെ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ള മൂവിക്കകത്ത് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് വരാൻ പോകുന്ന നമ്മുടെ പ്രോക്സിമ സീസറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടർ ആരാണെന്നും ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു എയിം എന്തുവാണെന്നൊക്കെ നമുക്ക് കുറച്ച് ലീക്സ് വഴി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നതെങ്കിലും ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിനൽ സ്റ്റോറി നമുക്ക് ഇതാവാൻ നല്ല സാധ്യത കുറവാണ്. എന്തായാലും ജസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ലീക്സ് അനുസരിച്ചിട്ടാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പം ഇത് നമ്മൾ തുടങ്ങി വെക്കാൻ പോകുന്നത് ആദ്യത്തെ ട്രയോളജി, അതായത് നമ്മുടെ സീസർ എന്നുള്ള ക്യാരക്ടറിൻ്റെ ട്രയോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രയോളജിയിൽ ഒരു മെയിൻ വില്ലൻ ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ വില്ലൻ എയ്പ്പായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കോബ എന്നുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ ഒരു പീക്ക് ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ സീസർ എന്നുള്ള ക്യാരക്ടറിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിനെ കാട്ടിക്കിടിലും ഒരു ക്യാരക്ടറാണ് നമ്മുടെ കോബയ്ക്ക് ആ ഒരു വില്ലനായിട്ട് കൊണ്ടുവരത്തുള്ള റെവല്യൂഷനായിട്ട് പടത്തിൽ കൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സീസറിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഹ്യൂമൻസുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് പരസ്പരം സമാധാനത്തോടുകൂടി ഈ ഒരു എർത്തിൽ ജീവിക്കുക എന്നുള്ളൊരു മോട്ടീവാണ് നമുക്ക് സീസറിൽ കൂടെ കാണാൻ പറ്റുക. അതായത് ഹ്യൂമൻസിനോടൊരു ദയ ഉള്ളതായിട്ടാണ് നമുക്ക് സീസറിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ കോബയുടെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ മനുഷ്യരോട് ഈ ഒരു ദയ കാണിക്കുന്നത് അവർ തിരിച്ച് നമുക്ക് തന്നെ ഒരു പണിയാവുന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ചിന്താഗതി ഉള്ള ഒരു എയ്പ്പാണ് നമ്മുടെ കോബ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് ഈ ഒരു ക്യാരക്ടറിനെ ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് ഒരു പടത്തെ ഒരു ഡീറ്റെയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഈ പുതിയതായിട്ട് വരാൻ പോകുന്ന ട്രയോളജിയുടെ ഫസ്റ്റ് മൂവി ആയിട്ടുള്ള ഈ ഒരു കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിനകത്ത് നമ്മുടെ ഈ ഒരു പ്രോക്സിമ സീസർ എന്നുള്ള ഒരു ക്യാരക്ടർ എങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് വരാമെന്നുള്ള ഒരു ചെറിയൊരു റൂമർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ആ ഒരു റൂമർ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് കോബയുടെ ഒരു തലമുറയിൽപ്പെട്ട ഒരു എയ്പ്പായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പല റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പം ഏകദേശം ആ ഒരു മോട്ടീവിലായിരിക്കണം മിക്കവാറും നമ്മുടെ ഒരു പ്രോക്സിമ സീസർ എന്നുള്ള ഈ ഒരു ക്യാരക്ടറും വരാനുള്ളൊരു സാധ്യതയുള്ളത്. ഈ ഒരു പ്രോക്സിമ സീസർ ഈ ഒരു പടത്തിൽ മെയിൻലി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മനുഷ്യരുടെ ആ ഒരു പഴയ ടെക്നോളജി, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും വെപ്പൺസും എല്ലാം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പുതിയ കിങ്ഡം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു എംപയർ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ഈ ഒരു പടത്തിൽ കൂടെ മെയിൻലി കാണിക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ സീസറിൻ്റെ ആ ഒരു ലെഗസി കൈമാറി വന്നിട്ടുള്ള ആ ഒരു എയ്പ്സ് വർഗ്ഗങ്ങളെ ഇവർ മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് നമ്മുടെ പ്രോക്സിമ സീസർ എന്നുള്ള ഒരു ക്യാരക്ടർ പടത്തിൽ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സീസറിൻ്റെ ആ ഒരു തലമുറപ്പെട്ട് വരുന്നിട്ടുള്ള എയ്പ്സ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ആ ഒരു സത്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആ ഒരു എയ്പ്പിൻ്റെ വർഗ്ഗമാണ് നമ്മുടെ ആ ഒരു നോവ എന്നുള്ള ഒരു മെയിൻ ക്യാരക്ടറിനെയൊക്കെ വെച്ചിട്ട് ഈ ഒരു പടത്തിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രോക്സിമ സീസർ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും ആ ഒരു വർഗ്ഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സീസറിൻ്റെ ആ ഒരു തലമുറപ്പെട്ട് വന്നിട്ടുള്ള മൊത്തം എയ്പ്സിനെ കൊന്നൊടുക്കാനുള്ള ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അവരെടുക്കാൻ നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പം ആ ഒരു വാറിൻ്റെ ഇടയിൽ നമ്മുടെ നോവ എന്നുള്ള ക്യാരക്ടറായിരിക്കും ഈ ഒരു വാറിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മെയിൻലി ഇറങ്ങി വരാൻ പോകുന്ന ഒരു മെയിൻ എയ്പ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ മെയ് എന്നുള്ള ക്യാരക്ടർ ടൈം ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു 300 വർഷങ്ങൾക്ക് ശേഷം എർത്തിൽ എത്തിപ്പെടുന്നതും എർത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ബാക്കി നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു പടത്തിൽ മെയിൻലി കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമുക്കെടുത്ത് പറയാൻ പറ്റും, ഈ ഒരു പടം നടക്കുന്ന സമയത്ത് ഭൂമിയിൽ മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ടീസർ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അവിടെ ജീവിക്കുന്ന എയ്പ്സുകൾക്ക് അറിയത്തില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഒരു ഷോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ടീസർ ട്രെയിലർ കാണിച്ച ഒരു സീനാണ്, നമ്മുടെ നോവ ഒരു കുതിരപ്പുറത്ത് ഇരുന്നിട്ട് ഒരു പഴയ ബിൽഡിംഗ് ആണോ ഒരു ബ്രിഡ്ജാണോ എന്ന് അറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു ഡാർക്ക് പോർഷനിലോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നൊരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒറിജിനൽ 1960s തൊട്ട് വന്നിട്ടുള്ള ആ ഒരു കഥയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളത് ഭൂമിയുടെ അടിയിലും കുറച്ച് മനുഷ്യർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ ഒരു പ്ലോട്ട് ലൈൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ മ്യൂട്ടൻസ് ആയിട്ടാണ് ആ ഒരു പടത്തിനകത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ എനിക്ക് മ്യൂട്ടൻസ് ആവുമെന്ന് തോന്നുന്നില്ല. മ്യൂട്ടൻസിനെയൊക്കെ കൊണ്ടുവന്നാലും ഇപ്പോഴൊന്നും അവർ ഇറക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള മറ്റ് ആ ഒരു ട്രൈബൽ ഹ്യൂമൻസിനെ ആയിരിക്കണം മിക്കവാറും ഈ ഒരു ഗുഹ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ അവർ സർവൈവ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു എയ്പ്സ് ഈ ഒരു മനുഷ്യരെ കണ്ടുള്ള അത്ഭുതത്തിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു ഷോട്ടാണ് നമ്മുടെ നോവയുടെ ഈ ഒരു സീൻ നമുക്ക് കണ്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രോക്സിമ സീസർ എന്നുള്ള ക്യാരക്ടർ തീർച്ചയായിട്ടും ഈ ഒരു മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കിപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം കോബയുടെ ഒരു തലമുറക്കാരനാണെങ്കിൽ നമ്മുടെ പ്രോക്സിമ സീസർ എത്രത്തോളം ഡേഞ്ചർ ആകുമെന്ന് ജസ്റ്റ് ഇപ്പോൾ തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് സത്യമാവുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും പടം ഇറങ്ങുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെയുള്ള പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് മൂവി ഫ്രാഞ്ചൈസിയായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള അപ്ഡേറ്റ്സും റൂമേഴ്സും തിയറീസൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.